സ്പെയിൻ തൂക്കി 2026 വേൾഡ് കപ്പ് സ്പെയിൻ തൂക്കിയിരിക്കുകയാണ് 1-0. എന്ത് കളിയായിരുന്നു, തീർച്ചയായും. ഒരു പോയിന്റിൽ അർജന്റീന കളി മറന്നോ എന്നടക്കം ഒരു തോന്നൽ നമുക്കിടയിൽ അടക്കം ഉണ്ടായി എന്നതിൽ സംശയമില്ല. ഇതുവരെ അർജന്റീന കളിച്ച കളിയൊന്നും ആയിരുന്നില്ല ഇത്തവണ ഉണ്ടായിരുന്നത്. അർജന്റീനയുടെ ഫോം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കളിക്കളത്തിലൊക്കെ തന്നെ കാണാൻ സാധിച്ചത്. വളരെ മികച്ച പ്രകടനം സ്പെയിൻ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ ഒരിക്കലും സ്പെയിനെ താഴ്ത്തി കെട്ടരുത്, സ്പെയിനെ അങ്ങനെ വില കുറച്ച് കാണരുത് എന്നൊക്കെ നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു കളി തന്നെയാണ് നമുക്കിന്ന് കാണാനും സാധിച്ചത്. പക്ഷെ അർജന്റീന മികച്ച രീതിയിൽ പ്രതിരോധിച്ചു. സ്പെയിൻ ഒത്തിരി അധികം സ്പെയിനിന് ചാൻസ് ഉണ്ടായിരുന്നു ഗോളടി. ആഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും അവസാന നിമിഷം വരെ പ്രതിരോധിച്ചു നിന്ന അർജന്റീനയുടെ ഗോളിയെ പറക്കാനാകില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു വിജയം സ്പെയിനിന് നേടാമായിരുന്നു എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? സ്പെയിന് യഥാർത്ഥത്തിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് തന്ത്രങ്ങൾ കൂടിയാണ്. അപ്പോൾ സ്പെയിൻ ആ തന്ത്രത്തിനകത്ത് ഒരു പടി മുകളിൽ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഫൈനലിന്റെ പ്രത്യേകത. പിന്നെ ആ തന്ത്രം നന്നായി പ്രയോഗിക്കാൻ വേണ്ടി സ്പെയിനിന് കഴിഞ്ഞു, അതാണ്. പിന്നെ അർജന്റീന 2ാം സ്ഥാനത്താണ്. അല്ല, അർജന്റീനയുടെ ടീം പൂർണ്ണമാകുന്ന ഗോളിയും കൂടി കൊണ്ടാണ്. അപ്പോൾ ഗോളി എന്ന് പറയുന്നത് അർജന്റീനയുടെ പ്രധാനപ്പെട്ട നട്ടലാണ്. അപ്പം അത്ര പെർഫോമൻസ് മുമ്പ് കഴിഞ്ഞ ലോകകപ്പ് നേടിയ സമയത്തും ഗോളിയുടെ പെർഫോമൻസ് ആണ് നിർണായകമായിരുന്നത്. ഇന്നും ഞങ്ങൾ അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കുന്നു ഒരു പെനാൽറ്റിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അർജന്റീനയ്ക്ക് ഒരു ഹെഡ്ജ് ഉണ്ടാവുന്നു. അവസാനത്തെ ഒരു ഗോളാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ആക്കിയത്. അതൊരു റെഡ് കാർഡ് കൂടി അർജന്റീനയ്ക്ക് നെഗറ്റീവായി. ആ റെഡ് കാർഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ സമനിലയും പിന്നീട് പെനാൽറ്റിയിൽ അർജന്റീനയ്ക്ക് ഒരു ഹെഡ്ജ് ഉണ്ടാകുന്ന സാഹചര്യം. എന്തായാലും നന്നായി തോറ്റു. അർജന്റീന ആരാധകർക്ക് പറയാനുള്ളത് നന്നായി തോറ്റു എന്നുള്ളതാണ്. എന്തായാലും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. എന്തായാലും ഇവിടെ വലിയൊരു ആഘോഷം തന്നെ നടക്കുകയാണ്. ഇതുവരെ മിണ്ടാതിരുന്ന, ശ്വാസമടക്കി പിടിച്ച് ഈ കളി വീക്ഷിച്ചിരുന്ന സ്പെയിനിന്റെ ആരാധകരെല്ലാം തന്നെ ഇപ്പോൾ ആഘോഷത്തിലാണ്. അത് സ്പെയിൻ എന്തായാലും ഇന്ന് ആഘോഷരാവാണ് സ്പെയിൻ്റെ ആരാധകർക്കൊക്കെ. എന്തായാലും മികച്ച രീതിയിൽ അർജന്റീന പൊരുതി തോറ്റ ഒരു കളി എന്ന് തന്നെ പറയാനായിട്ട് നിരവധി അവസരങ്ങളാണ് സ്പെയിൻ സൃഷ്ടിച്ചത്. അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്, അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതേപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അഭിജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഇതാ സ്പെയിന് ആഘോഷരാവാണ്, വൻപന്മാരെയാണ് പരാജയപ്പെടുത്തി ഇതാ ഈ 2026 ലോകകപ്പ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നത്.